ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഹിന്ദു ട്രഡീഷണലായിട്ടുള്ള 5 തരത്തിലുള്ള താലികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമുക്ക് പൂത്താലിയാണ്. അത് 1 ഗ്രാം മുതൽ നമുക്ക് ജ്വല്ലറീസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന താലിയാണ് നക്ഷത്ര താലി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സെൻട്രലായിട്ട് ഗണപതിയുടെ ഒരു വിഗ്രഹവും അതിൻ്റെ ഇരു സൈഡുകളിലായിട്ട് നക്ഷത്രത്തിൻ്റെ ഒരു ചിഹ്നവുമാണ് ഇടുന്നത്. ഇത് ചിലർ 2 എണ്ണം ഇടുന്നതുണ്ട്, ചിലർ 4 എണ്ണം ഇടുന്നവരുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് 3 ഗ്രാം മുതൽ ഷോപ്സിൽ അവൈലബിൾ ആണ്. ഇതാണ് ആലിലത്താലി. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു താലിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് 1 ഗ്രാം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു പൂ പോലൊരു ഡിസൈനും വരുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല പനിയാണ്. ഇവിടുത്തെ ഓണപരിപാടി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു പനിയാണ്. അപ്പം സൗണ്ട് പഴയതിലും വളരെ ബോറായിരിക്കും, സഹിച്ചോണം. ഇതാണ് ന്യൂജൻ താലി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു താലിയാണ്. കാരണം അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ പേരുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് 3 ഗ്രാം തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ബ്രാഹ്മൺ താലി, അല്ലെങ്കിൽ എം താലിയും എന്ന് ഇതിന് പറയും. ഇതിൻ്റെ 2 സൈഡിലായിട്ട് മുത്തുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഡിസൈൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ശിവലിംഗവും ഒന്ന് തുളസിത്തറയുമാണ്. ഇത് 4 ഗ്രാം മുതൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഒന്നായിട്ട് ഇടുന്നവരുണ്ട്, 4, 5 അങ്ങനെ രീതിയിൽ ഇടുന്നവരുണ്ട്. ഇതാണ് കുമ്മളത്താലി. ഇത് 3 ഗ്രാം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ 2 സൈഡിലും അഷ്ടപടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സിംഗിളായിട്ട് ഇടും, പിന്നെ കുറേ നമ്പറായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്.